ഇക്കൊല്ലം എത്ര മാങ്ങയാണ് വെറുതെ കളഞ്ഞതെന്നറിയാവോ? ഒരുപാട് മാങ്ങ ഇക്കൊല്ലം എല്ലാ മാവിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് തന്നെ അടുത്ത വീടുകളിലെല്ലാ മാവും മാങ്ങയുള്ളതുകൊണ്ട് ആവശ്യക്കാരൊക്കെ കുറവായിരുന്നു. ഒരുപാട് മാങ്ങ നമ്മൾ തരുന്നതിനൊരു പരിധിയില്ലേ, ഒരു ദിവസം തന്നെ കുറേ മാങ്ങകൾ വീണ് കിട്ടും. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണ് വെയിറ്റ് താങ്ങാൻ കഴിയാതെ കൊമ്പൊടിഞ്ഞ് വീണായിരുന്നു. ഉള്ള കൊമ്പിലിതാണ് അത്രയും മാങ്ങ കിട്ടിയത്. എല്ലാ ദിവസവും കുറേയൊക്കെ ജ്യൂസ് അടിച്ചും മുറിച്ചൊക്കെ തിന്നും, എന്നിട്ടും മാങ്ങ ബാക്കിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വെറുതെ യൂട്യൂബ് നോക്കിയപ്പോൾ ജാം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങയെല്ലാം നന്നായി തോലി കളഞ്ഞ് ചെത്തി മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത്, പിന്നെ ഒരു വലിയ ഉരുളിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാങ്ങയുടെ പൾപ്പ് അതേപോലെ ഉരുളിക്കകത്തിട്ട് നമ്മൾ ചൂടാക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. എത്രയാണോ നമ്മൾ മാങ്ങേൻ്റെ പൾപ്പ് എടുത്തത് അതിൻ്റെ ഒരു കപ്പാണെങ്കിൽ 3/4 കപ്പോളം പഞ്ചസാരയും ഉപയോഗിക്കണേ. നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ വേണമെന്നില്ല, നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം പോലെ ഇട്ടാൽ മതി. പിന്നെ ഏലക്കായും കറുവപ്പട്ടയാണ് ഞാൻ പൊടിച്ചെടുത്തത്. വെറുതെ മാങ്ങേൻ്റെ ആ മണത്തിന് കൂടാതെ വേറെ എന്തെങ്കിലും ഒരു മണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പഞ്ചസാരേൻ്റെ കൂടെ ഇട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തരിയായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തു. ഇനി ഇളക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് വിൽപ്പനയ്ക്കൊന്നും തയ്യാറാക്കുന്നതല്ല. ശരിക്കും ജാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ്, ഇത് 3ാമത്തെ തവണയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് ഉണ്ടാക്കി അത് സക്സസ് ആയി, എല്ലാവർക്കും ഇഷ്ടമായി. രണ്ടാമത് ഉണ്ടാക്കിയിട്ടും ഭയങ്കര ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ മാങ്ങാ സീസൺ തീരുന്നതിന് മുന്നേ കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. അവരെല്ലാം ജാമെല്ലാം വെറുതെ തോണ്ടി തിന്നലുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ കൊടുക്കുകയും ചെയ്യാം. എന്താണ്, അധികം പഞ്ചസാര ഉണ്ടത് അത്ര നല്ലതല്ല, എങ്കിലും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ബെറ്റർ ആണല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഈ മാങ്ങേൻ്റെ പൾപ്പ് അരിക്കുകയൊന്നും ചെയ്തില്ല, ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല നാരുള്ള മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയായിരുന്നു അത്. അത്യാവശ്യം നല്ല നാരുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പ്രശ്നമല്ല. വിൽപ്പനയ്ക്ക് വേണ്ടി ജാം ഉണ്ടാക്കുന്നവരൊന്നും ഈ വീഡിയോ കണ്ട് ജാം ഉണ്ടാക്കല്ലേ. അതിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ വീട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ രാത്രിയിലാണ് ഉണ്ടാക്കിയത്. ഇനി തണുത്ത ശേഷമേ കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മൂടി വെക്കുകയാണ്. മൂടി വെക്കുമ്പോൾ ഇതേപോലെ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് മൂടി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ആവി വെള്ളം വീണ് അതിനകത്ത് ജലാംശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തുണി കൊണ്ട് മൂടുവാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായി തണുത്ത ശേഷം കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ 2 കുപ്പിയിലേക്ക് മാറ്റി വെക്കാൻ മാത്രം ജാം എനിക്ക് കിട്ടി കേട്ടോ. ഇത് കൂടാതെ ആ ഒരു ഉരുളിയിൽ ഇനിയും കുറേ സൈഡിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ചേ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയ കുപ്പി എടുത്ത് നോക്കിയപ്പം അതും ഫുള്ളായി. ഇനി മറ്റൊരു കുപ്പിയിലും കൂടെ നിറയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.